ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുതും വലുതും പഴയതും പുതിയതുമായി ഒട്ടനവധി മലയാള സിനിമകൾ ഇന്ന് തിയേറ്ററിലെത്തിയിട്ടുണ്ടെങ്കിലും നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് അജയന്റെ രണ്ടാം വർഷം എന്ന ടോവിനോ തോമസ് ചിത്രം തന്നെയാണ്. ജിതുലാൽ സംവിധാനം ചെയ്ത് 2D 3D ഫോർമാറ്റിൽ പാൻ ഇന്ത്യ റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തിയ ഈ സിനിമ 23ാമത്തെ ദിവസമായ 4ാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ഈ സിനിമ കേരളത്തിൽ 223ലധികം തിയേറ്ററുകളിലാണ് പ്രദർശനം തുടരുന്നത്. 22ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരള കളക്ഷനായി 50 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്തിരുന്ന ഈ സിനിമ 23ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും 50-55 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 23 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം നേടിയെടുത്തിട്ടുള്ളത് 55-55.5 കോടി റേഞ്ചിലാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 20 ദിവസം കൊണ്ട് തന്നെ 90 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന സിനിമ വ്യാഴം വെള്ളി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 23 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 92 കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ആസിഫ് അലി നായകനായി ദിൻജിത്ത് അയ്യത്തൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12 ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമ കിഷ്കിന്ദ കാണ്ഡമാണ്. 22ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 45 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 22 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 37 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ 23ാം ദിവസവും 4ാമത്തെ വെള്ളിയാഴ്ചയും കൂടിയായ ഇന്ന് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 40 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ ആദ്യ 23 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 37-37.5 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 21 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 70 കോടി സ്വന്തമാക്കിയ ഈ സിനിമ 23ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ 71-72 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂനിയർ NTR നായകനായി കൊരട്ടല ശിവ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയായ ദേവരയുടെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം ചിത്രം 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 405 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക പോസ്റ്റർ പ്രകാരം ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം 396 കോടി രൂപയായിരുന്നു നേരത്തെ കളക്ട് ചെയ്തിരുന്നതെങ്കിൽ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം നേടിയെടുത്തത് 9 കോടി രൂപയായിരുന്നു. അതേസമയം വിവിധ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് 324 കോടി രൂപയാണ്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 330 കോടിയിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. ആദ്യ 7 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് 1,84 ലക്ഷം രൂപയാണ്. 8ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 1,90 ലക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് 50 ലക്ഷം രൂപയ്ക്ക് കേരള തിയേറ്റർ റൈറ്റ്സ് സ്വന്തമാക്കിയ ഈ സിനിമ 2 കോടി രൂപ ഫൈനൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിജു വിൽസൺ നായകനായി ഉല്ലാസ് കൃഷ്ണ സംവിധാനം ചെയ്ത് ഇന്ന് ഒക്ടോബർ 4 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പുഷ്പക വിമാനം. സിദ്ദീഖ്, ബാലു വർഗീസ്, ലെന, സോഹൻ ശ്രീനുലാൽ, ഷൈജു അടിമാലി എന്നിങ്ങനെ അഭിനയിച്ച ഈ സിനിമ നിലവിൽ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ സംബന്ധമായ ട്രാക്ക് ആൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല. വിനായകൻ, സുരാജ് ബഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷത്തിലെത്തി പ്രേംശങ്കർ സംവിധാനം ചെയ്ത് ഇന്ന് ഒക്ടോബർ 4 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് തെക്ക് വടക്ക്. എസ് ഹരീഷ് തിരക്കഥെഴുതിയ ഈ സിനിമ അഞ്ജന ഫിലിപ്പാണ് നിർമ്മിച്ചിട്ടുള്ളത്. മെറിൻ ജോസ്, വിനീത് വിശ്വൻ, മെൽവിൻ ജി ബാബു, ഷമീർ ഖാൻ, കോട്ടയം രമേഷ് എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ. സാം CS ആണ് ഈ ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ സിനിമയും നിലവിൽ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ ചിത്രത്തിന്റെയും കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ 5 സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.